താരസംഘടനയായ അമ്മയിൽ വീണ്ടും കൂട്ടരാജി സംഭവിച്ചിരിക്കുന്നു. പ്രസിഡന്റ് സീതാമേനോൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം നടന്ന ജനറൽ ബോഡി യോഗത്തിന് ശേഷമാണ് സ്ഥാനം രാജിവെച്ച് അമ്മ വിട്ടിറങ്ങിയത്. ശ്വേതയടക്കം ഉൾപ്പെട്ടിരുന്ന ഭരണസമിതിക്ക് എതിരെ സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സംഘടനയിലെ പുതിയ സംഭവവികാസങ്ങളുടെയും വിവാദങ്ങളെയും കുറിച്ച് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടൊരു കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. നടൻ ഇന്നസെന്റ് സംഘടനയെ നയിക്കാൻ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ ഇത്രത്തോളം അമ്മ അധഃപതിക്കില്ല എന്നാണ് ജെറി പൂവൽക്കാര കുറിച്ചത്. കുറിപ്പിലൂടെ തുറന്നു വായിക്കാം. മലയാള സിനിമയിലെ താരസംഘടനയിലെ അമ്മ ഇന്ന് വാർത്തകളിൽ നിറയുന്നു. കലയോ കാരുണ്യത്തിൻ്റെയോ പേരിലല്ല, മറിച്ച് ചേരിപ്പോരുകളുടെയും പരസ്യമായി ചെളിവാരി എറിയലുകളുടെയും പേരിലാണ്. ഒരു കാലത്ത് ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്ന ഒരു സംഘടന ഇന്ന് വെറും തല്ലുകൂടൽ കേന്ദ്രമാക്കി അധഃപതിക്കുമ്പോൾ മലയാളികൾ ഒരൊറ്റ മുഖമേ ഓർമ്മ വരുന്നുള്ളൂ. അത് അമ്മയെ കാൽനൂറ്റാണ്ടോളം നെഞ്ചോട് ചേർത്ത് പിടിച്ച് നയിച്ച ഇന്നസെന്റ് എന്ന അതികായൻ്റെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ നാണംകെട്ട തല്ലുകൾക്കിടയിൽ അമ്മയ്ക്ക് ഏറ്റവും വലിയ നഷ്ടം ഇന്നസെന്റിന്റെ അഭാവം തന്നെയാണ്. ചിരിപ്പൂക്കൾ കൊണ്ട് കോട്ട നിറച്ച ഇന്നസെന്റിന്റെ കാര്യം. ഏത് വലിയ കൊടുങ്കാറ്റിനെ ഒരു ചെറിയ തമാശയോടെ തോളിൽ കൈയിട്ടുള്ള ആ സംസാരത്തിലൂടെ ശാന്തമാക്കാൻ കഴിയുന്ന അസാധ്യമൊരു ഭരണപാടവം ഇന്നസെന്റിനുണ്ടായിരുന്നു. സൂപ്പർ താരങ്ങളുടെ ഈഗോയും യുവതാരങ്ങളുടെ ആവേശം ഒരുപോലെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അധികാരം പ്രയോഗിച്ചില്ല, മറിച്ച് എല്ലാവരും ഒരേ കണ്ണിലൂടെ കണ്ടുകൊണ്ടാണ്. സംഘടനയ്ക്കുള്ള ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായാലും അത് മാധ്യമങ്ങൾക്ക് ഒരു നാറ്റക്കേസാകാതെ വീടുചുമരുകൾക്കുള്ളിൽ പരിഹരിക്കാൻ അദ്ദേഹം പ്രത്യേക കഴിവുണ്ടായിരുന്നു. നമുക്കിത് ചിരിച്ചു തീർക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ലൈൻ ആ വലിയ പരിസ്ഥിതികളെയും നിസ്സാരമായി ഇല്ലാതാക്കി. ഇന്നസെന്റ് പ്രസിഡന്റായിരുന്ന കാലത്ത് അമ്മ എന്ന കേവലമുള്ള സംഘടനയായിരുന്നില്ല, മറിച്ച് എല്ലാവർക്കും തണലേകുന്ന ഒരു വലിയ തറവാടായിരുന്നു. ആ പേരിന് ഒരു പവിത്രതയുണ്ടായിരുന്നു. പവിത്രമായ നാമം തെരുവിൽ വലിച്ചിടുമ്പോൾ. എന്നാൽ ഇന്ന് ആ തറവാടിൻ്റെ അവസ്ഥയെന്താണ്? ഇന്നസെന്റ് കെട്ടിപ്പടുത്ത ആ പവിത്രമായ പീഠത്തിലിരുന്നാണ് ഇന്നത്തെ ഭരണഭാരവാഹികൾ പരസ്പരം ചെളിവാരിയെറിയുകയും ഈഗോയും അധികാരമോഹവും ഗ്രൂപ്പിസവും തലയ്ക്ക് പിടിച്ച് കുറേപ്പേർ ചേർന്ന് അമ്മയെന്ന സംഘടനയെ തെരുവിൽ വിചാരണയ്ക്ക് വച്ചിരിക്കുന്നത്.